2025 നീറ്റ് എക്സാമിൽ നല്ലൊരു സ്കോർ നേടാൻ സാധിക്കൂ. +2 ബോർഡ് എക്സാമിൻ്റെ ഡേറ്റും വന്നു. 5-6 മാസം കൂടി ഇനി ആകെ നീറ്റ് എക്സാമിനുള്ളൂ. ഈ ഒരു ചെറിയ ടൈം പീരീഡ് നിന്നുകൊണ്ട് ഇതുപോലെ നടപടിയാവുമോ? നീറ്റ് എക്സാമിൽ ചോദിക്കുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്തുള്ള പരിചയം നിനക്ക് ഇതുവരെ ഉണ്ടോ? ഇല്ല. കൃത്യമായി എങ്ങനെയാണ് സമയക്രമീകരണങ്ങളൊക്കെ പാലിച്ച് എക്സാം എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ബെല്ല ധാരണ നിനക്ക് ഇതുവരെ കൂടെ പഠിച്ച 2K പിള്ളേരുടെ കൂടെ അല്ലാതെ ബ്രില്യന്റിലെ 10,000-കണക്കിലധികം വരുന്ന വിദ്യാർത്ഥികളുടെ കൂടെ പരീക്ഷ എഴുതി നിനക്ക് പരിചയം ഉണ്ടോ? ഇല്ല. നിന്നെ 4 പേര് അറിയൂ? 5 പേര് അറിയുമല്ലോ. നിനക്ക് നല്ല ബുദ്ധി പറഞ്ഞു തരാൻ ഒരു മെന്റർ ഉണ്ടോ? ഇല്ല. നിനക്ക് ഡോക്ടറാകാൻ പറ്റുമോ? ഒന്ന് നിർത്താവോ? കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. വഴിയുണ്ട്. BTS ബ്രില്യന്റ് ടെസ്റ്റ് സീരീസ്. രാജ്യത്തെ നമ്പർ 1 എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ 1000-കണക്കിലധികം ചോദ്യങ്ങളെ ഫേസ് ചെയ്ത് 100-കണക്കിലധികം എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ 2025 നീറ്റിൽ ക്രാക്ക് ചെയ്യാം. അതും യഥാർത്ഥ നീറ്റ് ആംബിയൻസ്. എങ്ങനെയുണ്ട്? പിന്നീടല്ലോ കേരളത്തിലുള്ള 14 ജില്ലകളിലുമായിട്ട് 50ഓളം സെന്ററുകളാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നൊരു കാര്യമുള്ളത്, കഴിഞ്ഞ വർഷം BTS പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്ന 100-കണക്കിലധികം വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെന്റ് MBBS കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. അല്ല വേണ്ട, കൂടുതൽ പറഞ്ഞാൽ അതിന്റെ ത്രില്ലങ്ങ് പോവും. സൈറ്റിൽ കയറി നോക്കാം. brilliantpala.org. സിയോണ മെരി ഡിസൂസ, എയിംസ് ഡൽഹി. ജേക്കബ് ബിവിൻ, എയിംസ് ഡൽഹി. പത്മനാഭ മേനോൻ, എയിംസ് ഡൽഹി. അപ്പൊ ഇതൊക്കെ ഉള്ളതാല്ലേ? ബ്രില്യന്റിന്റെ OMR ഷീറ്റ്, പേന. അപ്പോ രാജ്യത്തെ നമ്പർ 1 എൻട്ര സ്ഥാപനത്തിൽ പരീക്ഷ എഴുതി ഇത്തവണത്തെ നീറ്റ് പരീക്ഷയിൽ ഞാനും എന്റെ ലക്ഷ്യത്തിലെത്തും, ഉറപ്പ്. ഹാപ്പിയാണോ? ബ്രില്യന്റ്.